ലിച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള നിലവിലുള്ള സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഈ സമയത്ത് തോന്നുന്ന ഫീലിങ്സ് എന്താണ്, അതുപോലെ അവരെന്ത് ആക്ഷൻ ആണ് ഈ റിലേഷൻഷിപ്പിൽ എടുക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാവുന്നതുമാണ്. അതുപോലെ ഇതിലെ എനർജി നിങ്ങളുടെ എനർജിയുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക. റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള സിറ്റുവേഷൻ എന്താണെന്നാണ്. നമുക്ക് അതിൽ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് വളരെയധികം ഇമോഷണൽ ബേർഡൻസ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയധികം, അതായത് താങ്ങാൻ പറ്റാത്ത അത്രയും വിഷമം നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വേദന കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യവും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ പലർക്കും ഇവിടെ കാണുന്നുണ്ട്. അതായത് ഹീലാവണം എന്നൊക്കെ ആഗ്രഹം പല വ്യക്തികൾക്കും ഉണ്ടായിരിക്കും. പക്ഷെ എങ്കിൽ പോലും എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം, ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു സങ്കടം, അതിന്റെ ഡിപ്രഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നിങ്ങളുടെ എപ്പോഴും മനസ്സിൽ ആ ഒരു കാര്യം മാത്രമാണ് ഉള്ളത്. അപ്പൊ അത്രയധികം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ പലതരത്തിലുള്ള സിറ്റുവേഷനിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആ സിറ്റുവേഷൻ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് താങ്ങാവുന്നതിനേക്കാളും അപ്പുറമുള്ള ഒരു വേദനയാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പലരും ഈ ഒരു വേദനയിലേക്ക് ഒരുപക്ഷെ എത്തിയത് ചിലപ്പോ ഒരു ഒട്ടും തന്നെ, അതായത് ഒരു ദീർഘവീക്ഷണം ഇല്ലാതെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോ പല മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ആ മുന്നറിയിപ്പിനൊന്നും വകവയ്ക്കാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവാം. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങളിപ്പോ ഫേസ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഉള്ളിലുള്ള നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു വോയിസ് മാത്രം ശ്രദ്ധിച്ചിട്ട്, ഒരുപക്ഷെ അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നർ വോയിസ് ആയിരിക്കണം എന്നില്ല. അപ്പൊ നിങ്ങളുടെ മാത്രം ഒരു താല്പര്യത്തിന്റെ പുറത്ത് നിങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എടുത്തു ചാടി എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ആ എടുത്തു ചാടി ചെയ്തതിന്റെ പേരിലാണ് ഇത്രയും വേദന നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത് വളരെ പെട്ടെന്നാണ്. അതായത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും വളരെ ദൂരത്തിലേക്ക് പോയിട്ടുണ്ട്. ചില വ്യക്തികൾ ചിലപ്പോ വിദേശത്ത് ആയിരിക്കാനുള്ള സാധ്യത പോലും ഉണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും നിങ്ങളുമായിട്ടൊരു ലോങ് ഡിസ്റ്റൻസിൽ ആണ് ഈ ഒരു വ്യക്തി ഉള്ളത്. ആ ഫിസിക്കൽ സെപ്പറേഷൻ അല്ലാതെ ഇപ്പോ ഫിസിക്കലി നിങ്ങളുടെ അടുത്ത് തന്നെ ഉള്ള ഒരു വ്യക്തി ആണെങ്കിൽ പോലും ഇമോഷണലി വളരെയധികം ഒരു സെപ്പറേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്നാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പില് വളരെയധികം സ്നേഹം കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ വ്യക്തിയുടെ ഒക്കെ ഇടയിൽ വളരെയധികം സ്നേഹം, റൊമാൻസ് ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പ്രകടിപ്പിക്കാതെ വെച്ചിരിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വ്യക്തി തന്നെയായിരിക്കും. ഇതൊന്നും പ്രകടിപ്പിക്കാതെ വെച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റ് ബന്ധങ്ങളിലേക്ക് പോയിട്ടുള്ള വ്യക്തികളെയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, മറ്റ് പ്രണയബന്ധത്തിലേക്ക് പോയിട്ടുള്ള വ്യക്തികളാണ്, അങ്ങനെയുള്ളവരെയും കാണുന്നുണ്ട്. പക്ഷേ അവിടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആയിട്ടുള്ളതാണ് കാണുന്നത്. അത് വളരെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും എൻഡ് ആയിട്ടുണ്ട്.
എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതിന് ആ സെപ്പറേഷന് തേർഡ് പാർട്ടി കാരണമായിട്ടുണ്ട്. അത് ഒരു വ്യക്തിയാവാം, വ്യക്തികളാവാം, സിറ്റുവേഷൻ ആവാം, എന്തുമാവാം. എന്തു തന്നെയായാലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അത് കൂടുതലും വ്യക്തികളാണ്, സ്നേഹവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി തന്നെ ആവാനാണ് കൂടുതൽ സാധ്യത. പക്ഷെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലവിൽ എൻഡ് ആയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു നിലവിലുള്ള ഒരു ഫീലിങ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണുന്നത്, ഈ ഒരു വ്യക്തി നമ്മൾ നേരത്തെയും പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ള വ്യക്തിയാണ്. അവർക്ക് റോങ് ആയിട്ടുള്ള കുറെ ചോയ്സസ് ഉണ്ടായിരുന്നു, ഒരുപാട് ചോയ്സസ് ഉണ്ടായിരുന്നു ഈ വ്യക്തിക്ക്. അത് റിലേഷൻഷിപ്പ്, വ്യക്തികൾ ആയിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളായിരിക്കാം. അങ്ങനെ മറ്റ് പല ചോയ്സസും അവർക്ക് ഉണ്ടായിരുന്നു. ആ ചോയ്സസിൽ ഒരു റോങ് ചോയ്സ് സെലക്ട് ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക് തന്റെ ആ ചോയ്സ്, അല്ലെങ്കിൽ താൻ സെലക്ട് ചെയ്ത ആ ചോയ്സ് തെറ്റായി പോയി എന്ന ഒരു ബോധ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ടും കാലക്രമേണ ആളുകൾക്ക് വരുന്ന ഒരു മാറ്റം തന്നെയാണ്. അത് ഇപ്പോ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് ആ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അവര് സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ അവര് എന്താണോ അന്വേഷിച്ച്, അല്ലെങ്കിൽ എന്തിന്റെ പുറകെയാണോ പോയിട്ടുള്ളത്, അതൊരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നും അതിൽ ഭ്രമിച്ച് അവര് പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ഇല്യൂഷൻ മാത്രമായിരുന്നു എന്നുള്ളതും, അത് വെറും ഒരു പകൽ സ്വപ്നം തന്നെ ആയിരുന്നു എന്നുള്ളതെല്ലാം അവര് ഇപ്പോ തിരിച്ചറിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ സെലക്ട് ചെയ്യേണ്ടിയിരുന്നത് ആ സിറ്റുവേഷൻ അല്ല, അല്ലെങ്കിൽ ആ വ്യക്തി ആയിരുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. കാരണം വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഇത് ഇപ്പോ നിങ്ങൾ ആ വ്യക്തിയുടെ ഡെസ്റ്റിനിയിൽ ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ട, ഈ ജീവിതത്തിൽ ഒന്നിച്ച് ചെയ്ത് തീർക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോ ആ വ്യക്തിക്ക് ഇപ്പോ നിങ്ങൾ അവരുടെ ലോകത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവരുടെ ലോകത്തിൽ നിങ്ങളും കൂടെ ഉണ്ടാവേണ്ടതാണ് എന്നുള്ള ഒരു കാര്യം അവരിപ്പോ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവര് നിങ്ങളെ വളരെ നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റോക്കിങ്ങിന്റെ തന്നെ 1-2 കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ പോലും ഒരു പക്ഷെ നിങ്ങൾ അറിയാതെ അൺബ്ലോക്ക് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഇങ്ങനെയൊക്കെ മറ്റൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അറിയാതെ അവിടെ നിങ്ങളുടെ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവരോട് നിങ്ങൾക്ക് ഇപ്പോഴും താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് വേറൊരു റിലേഷൻ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപക്ഷെ അവര് ഇതിലൂടെയൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ വളരെ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അവർ കാണുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ചെറിയൊരു കാര്യം അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പൊ എന്തു തന്നെയായാലും നിങ്ങളും ഒന്നിച്ച് ഒരു സെലിബ്രേഷനിലേക്ക് വരണം. നിങ്ങളുടെ ആ ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സന്തോഷത്തിൽ അവരും ഉണ്ടാവണം എന്ന് അവര് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി വളരെയധികം സ്റ്റബേൺ ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നു എങ്കിൽ അവര് കുറച്ചൊക്കെ അവരുടെ ഒരു ക്യാരക്ടറൊക്കെ കുറച്ചൊന്ന് മയപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു സ്നേഹം, കെയർ, അത്തരം കാര്യങ്ങളെല്ലാം അതവര് റിയലൈസ് ചെയ്യുമ്പോൾ അവർക്ക് വരുന്ന ഒരു മാറ്റമാണ്. ആ ഒരു സ്നേഹം കൊണ്ട് നമുക്ക് പലതിനെയും മാറ്റിയെടുക്കാം എന്ന് പറയുന്ന പോലെ, അത് നിങ്ങളിപ്പോ നേരിട്ട് ഒന്നും ചെയ്യുന്നുണ്ടായിരിക്കില്ല, എങ്കിലും മുന്നേ പാസ്റ്റ് സിറ്റുവേഷൻ അവർ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പൊ അവര് അതിനെ മനസ്സിലാക്കുന്നു, അതിനെ ഓർത്തെടുക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളിൽ നിന്നും അവർക്കൊരു മാറ്റം വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത്രയും റഫായിട്ടൊക്കെ നിങ്ങളോട് പെരുമാറിയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ക്യാരക്ടറൊക്കെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇമോഷണലി ഒരു ബാലൻസും കാര്യങ്ങളൊക്കെ അവർക്ക് വന്നിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇനി നമുക്ക് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കുമ്പോൾ
നമുക്ക് ആദ്യം വന്നിട്ടുള്ളത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആ ഒരു അതായത് ആ ഒരു ബോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര സ്റ്റബേൺ ആയിട്ട് നിന്നിരുന്ന ആ ഒരു രീതിയിൽ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും അവർക്കൊരു സെൽഫ് ഡൗട്ട് ഉള്ളതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതായത് മുന്നോട്ട് വന്ന അപ്പൊ അവര് നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായും ഒഴിവാക്കിയോ എന്നുള്ള ഒരു സംശയം അവർക്ക് ഉള്ളത് കൊണ്ടാണ് ആ ഒരു സെൽഫ് ഡൗട്ട് അവിടെ വന്നിട്ടുള്ളത്. അതായത് അവർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് അവരുടെ മനസ്സിലുണ്ട്. അതായത് ഒരു ഫോക്കസ് അവർക്ക് കിട്ടുന്നില്ല. അതായത് മുന്നോട്ട് വരാൻ അവർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇത് കേട്ടിട്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് നോ കോണ്ടാക്ട് റൂളൊക്കെ അപ്ലൈ ചെയ്തൊക്കെ വളരെ നല്ല രീതിയിൽ സെൽഫ് ലവ് ഒക്കെ ചെയ്തിരിക്കുന്ന ആളുകൾ അങ്ങോട്ട് പോയി ഒന്നിനും നിൽക്കണ്ട. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈഗോ കാണിച്ച് നിൽക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അവര് നിങ്ങളിലേക്ക് വരുന്നത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളുമായി ഉണ്ടായിരുന്ന എല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും ആർഗ്യുമെന്റ്സും എല്ലാം അതൊക്കെ ഫോർഗീവ് ചെയ്തിട്ടുണ്ട്. അവരിപ്പോ നിലവിൽ ഫോർഗീവ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതെല്ലാം അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ അതിനോടെല്ലാം ക്ഷമിച്ച് പുറത്ത് മുന്നോട്ട് വരാൻ തന്നെയാണ് അവര് പോകുന്നത്. അതായത് നമുക്ക് ന്യൂ ബിഗിനിങ്ങിന്റെ 2 കാർഡാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് അവര് കൊണ്ടുവരുന്നത്. റൊമാൻസിന്റെ കപ്പുമായിട്ട് തന്നെയാണ് അവർ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവരുടെ ഒരു മെസ്സേജ്, കോള് എല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ, നല്ലൊരു ഡിസിഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു ഡിസിഷൻ അവരെടുക്കുന്നുണ്ട്. അതുപോലെ അവര് ഈ റിലേഷൻഷിപ്പിൽ എന്താണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ട്. ആ ഒരു ക്ലാരിറ്റി അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് വീണ്ടും പറയാം, അവർ നിങ്ങളെ നല്ലോണം സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും നിങ്ങളിലേക്ക് ഒരു കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ അവർ വരാൻ തയ്യാറാണ്. അതുപോലെ അവർ തീർച്ചയായിട്ടും വരുന്നതുമായിരിക്കും. അതുപോലെ തന്നെ വളരെ യങ് ആയിട്ടുള്ള എനർജിയാണ്. വളരെ വളരെ റൊമാൻറ്റിക് ആയിട്ട്, വളരെ ഫൺ ആയിട്ട്, വളരെ പ്ലേഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെ അവർക്ക് ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എത്ര സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ എത്ര ബോൾഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആണെങ്കിലും നിങ്ങളെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്ന് ഈ വ്യക്തിക്ക് വളരെ നന്നായി അറിയാം. ഓക്കെ, അപ്പോ അത്രയും നന്നായി നിങ്ങളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലാണ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക, ഏത് രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാലാണ് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് അവർക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവര് ആ ഒരു രീതി നിങ്ങളിലേക്ക് എടുക്കുന്നതായിരിക്കും. എന്തു തന്നെ ആയാലും അവർ നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കത്തിന് തയ്യാറായി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം. ലെറ്റർ ജെ, ലെറ്റർ എം, നവംബർ മന്ത്, നമ്പർ 14, ലെറ്റർ എസ്, നമ്പർ 1, മലപ്പുറം ഡിസ്ട്രിക്ട്, മകേരം നക്ഷത്രം, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, രോഹിണി നക്ഷത്രം, ലെറ്റർ വൈ, വയനാട് ഡിസ്ട്രിക്ട്, ജൂലൈ മന്ത്, ജൂൺ മന്ത്, അവിട്ടം നക്ഷത്രം. ഓക്കെ, അപ്പൊ ഈ ക്ലൂസ് നിങ്ങളുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ നോക്കുക. അതുപോലെ സിറ്റുവേഷൻ നോക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിലേഷൻഷിപ്പിലുള്ള സിറ്റുവേഷൻ അത് നിങ്ങളുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് തന്നെയായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും അവരൊരു ന്യൂ ബിഗിനിങ്ങിന് തയ്യാറാണ്. ഒരു ആക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കും. അവര് നിങ്ങളോട് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും അത് ഫോർഗീവ് ചെയ്ത് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിംഗ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലെ പോസിറ്റീവ് എനർജി ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. നമുക്ക് അടുത്ത റീഡിങ്ങിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.